നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ഗംഭീരമായിട്ട് എടുക്കും. ആ ക്വാളിറ്റിയും അതിന്റെ ആ സ്റ്റെപ്പും ആ ആക്ഷനും പടയാളികൾ തമ്മിലുള്ള യുദ്ധവും അതെല്ലാം നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. പുതിയൊരു കഥയാണെന്നാണ് അതിലെനിക്ക് തോന്നുന്നു. ഒടിയനായിട്ടൊന്നും എടുത്തിട്ടില്ല. അറബിക്കടലിന്റെ സിംഹം അത് വേറെ ലെവലിലാണ് പടം എടുത്തിട്ടുള്ളത്. അത് ചരിത്ര കഥകളെ വേറൊരു കഥയാണ്. തിരിച്ചു പിടിക്കുകയാണ്. പൊളിപ്പടമാവാന്ന് ചാൻസ് ഇല്ല. അഭിനയിക്കുന്നവര് മോശമായിട്ട് രീതിയിൽ വന്നാൽ മാത്രമേ പൊളിപ്പടമാവൂ. 100 കോടി കഴിഞ്ഞു പോകും. ബോക്സ് ഓഫീസിൽ ഇടം നേടും. മോഹൻലാലിന്റെ വെറൈറ്റി സിനിമയിൽ മോഹൻലാലിന്റെ അടിപൊളി ക്യാരക്ടറാണ്. ഇതുവരെ കണ്ടില്ലാത്ത വ്യത്യസ്തമായ ക്യാരക്ടറാണ്. അടിപൊളി കിടിലായിട്ട് വരും. സൂപ്പറായിരിക്കും, പറയാൻ പറ്റൂല. ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉള്ള പക്ഷെ ഒരു ക്ലാസിക് മൂവി പോലെയാണ് ഫീൽ ചെയ്തത്. ഇല്ല, ചുരുളി പോലൊന്നും ആയിരിക്കില്ല. ചിലപ്പം ചാവേർ പോലുള്ള ഈ ഫ്രെയിംസും കാര്യങ്ങളും കൊള്ളായിരിക്കും. സ്റ്റോറി ഇല്ലെങ്കിൽ സിനിമ മിക്കവാറും ഹിറ്റാവാൻ ചാൻസ് കുറവാണ്. പിന്നെ LJP-യുടെ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു സിനിമ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. നോർമൽ ഓഡിയൻസിന് വരുമ്പോഴത്തേക്ക് സിനിമ ഹിറ്റാവാൻ ചാൻസ് കുറവാണ്. LJP-യുടെ സിനിമയെ കണ്ട് ഫാനായ അവർക്കൊക്കെ ഈ സിനിമ ഉറപ്പായിട്ട് കണക്ട് ആവും. വിഷ്വൽ സൈഡിൽ നോക്കുമ്പോഴും പിന്നെ മോഹൻലാലിന്റെ ഒരു പെർഫോമൻസ് ബേസ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ഓക്കെയാണ്. നല്ലൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ട് ഫീൽ ചെയ്യും. ട്രailerലാണെങ്കിൽ കൂടെ ജസ്റ്റ് 2-3 സീൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ കണ്ട വേറെ സിനിമ ട്രailer വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് വിഷ്വൽസും മോഹൻലാലിന്റെ ഇൻട്രോ ഒരു ഫസ്റ്റ് ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ ഒരു വിഷ്വൽസ് ആണ് കാണിക്കുന്നത്. ഒരു ടീച്ചറിന്റെ ഒരു സാധനമാണ് കാണിക്കുന്നത്. കുറെ കട്ട്സ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് അങ്ങനെ സിനിമയുടെ സ്റ്റോറി ആയിട്ടൊരു ഇത് എന്താണെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വാലിബന്റെ ട്രെയിലർ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. 2023 വെച്ച് നോക്കുവാണെങ്കിൽ വല്ലാത്തൊരു നമുക്ക് ഒരുപാട് നിരാശകളുണ്ടായിരുന്നു. പക്ഷെ തുടക്കം 2024 തുടക്കം തന്നെ നേരെന്ന് പറഞ്ഞൊരു പടം നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. അപ്പൊ ആ ഒരു പ്രതീക്ഷയെക്കാട്ടി ഇരട്ടി എല്ലാവർക്കും ഉണ്ട് വാലിബനിൽ. ഉറപ്പായിട്ടും അതൊരു നിരാശപ്പെടുത്തില്ല. ആ ഒരു പടം നല്ല രീതിയിൽ വരും. വാലിബൻ എന്ന് പറയാം, പ്രത്യേകിച്ച് ഈ ഒരു പടം വൻ ഹൈപ്പിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് കിട്ടാൻ കാത്തിരിക്കുന്നവരുണ്ട്. പക്ഷെ പറയാണ്, ഒരു നെഗറ്റീവും കാണില്ല. പടം വേറെ ലെവലായിരിക്കും. എല്ലാ കഥയും ഇപ്പം നൻപകലാണെങ്കിലും വേറെ ലിജോയുടെ പടങ്ങളാണെങ്കിലും അവയെല്ലാം ഒരുപോലെ നല്ല എന്തായാലും ഒരു വെറൈറ്റി കാണും. എന്തായാലും വാലിബൻ വന്നിട്ട് എന്ത് പറയാനാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു പടിക്ക് മുമ്പിൽ കാണുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഫസ്റ്റ് ഡേ പടം കാണും. അത് ഏതെങ്കിലും ഒരു ഷോ എവിടെങ്കിലും കണ്ടിരിക്കും. ലാലേട്ടന്റെ സെലക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര ബോർന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും ഒരു പടവും വന്നിട്ട് പൊട്ടാനോ അല്ലെങ്കിൽ ഒരു പടം പൊട്ടുമെന്ന് വിചാരിച്ച് എടുക്കുന്ന ആളുകളല്ല, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നവരല്ല. എല്ലാ പടവും നല്ലതായിരിക്കും. കഥ പറയുമ്പോഴാണെങ്കിലും അതിലേക്ക് സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇഷ്ടപ്പെട്ടതിനാണ് എടുക്കുന്നത്. ആരെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ബ്രോയ്ക്ക് പറയാൻ പറ്റുമോ ഒരു പടം വന്നിട്ട് പൊട്ടും, ഈ പടത്തിന് പൊട്ടുന്ന പടമല്ല ഞാൻ എടുക്കാം എന്ന് പറയാൻ പറ്റും? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ആ പടം നമുക്ക് ഓടും, നല്ല രീതിയിലൊരു കിട്ടും. നമ്മുടെ അഭിനയം കാര്യങ്ങളെല്ലാം വെച്ച് നല്ല രീതിയിൽ പടം ഓടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പടം എടുക്കുന്നത്. സോ ലാലേട്ടൻ വന്നിട്ട് എടുത്ത പടങ്ങളിൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ പല പടങ്ങളും നമുക്ക് നിരാശയായിട്ട് തോന്നിയ പടങ്ങളൊക്കെ പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പലരും അത് 1-2 വട്ടം കണ്ടിട്ടുണ്ടാവരാവും. ഈ പറഞ്ഞ നേര് തന്നെ എത്രയോ പേര് നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ ഞാനൊക്കെ പറയുന്നത് നേരെ ഒരു രക്ഷയില്ല. ഞാനൊക്കെ 3-4 വട്ടം കണ്ട പടമാണ് ഈ പടം. കാരണം പലർക്കും പല ടേസ്റ്റ് അല്ലേ. കാരണം ഇപ്പം ഞാൻ പറയുന്നതായിരിക്കത്തില്ല വേറെ ഒരാൾക്ക്. ഉറപ്പായിട്ടും വാലിബൻ എന്നൊരു പടം നല്ല രീതിയിൽ ഈ പറയുന്ന ആർക്കും ഒരു നിരാശ ഉണ്ടാക്കില്ല എന്ന് പറയുന്നു. പിന്നെ ഓവറായിട്ട് പ്രതീക്ഷ വെക്കണം അല്ലെങ്കിൽ ഇതാണ് അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല. പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. അപ്പം ഞാൻ പറയുന്ന പോലെ വേറെ ഒരാൾ പറഞ്ഞില്ലെങ്കിൽ കൂടെ പലർക്കും അഭിപ്രായം കാണും. അത് വെച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പം നല്ലത് വരാം. പക്ഷെ ഒരിക്കലും നെഗറ്റീവ് അധികം വരില്ല എന്നൊരു ഉറപ്പുണ്ട്. കാരണം ലിജോ എന്നൊരു വ്യക്തിയിൽ ലാലേട്ടൻ എന്ന വ്യക്തിയിലും ഒരു നല്ലൊരു പ്രതീക്ഷയുണ്ട്. ലാലേട്ടൻ്റെ ഒരു നല്ല തിരിച്ചുവരവ് തന്നെ ആയിരിക്കും.